ആഷ്ലെ എന്തോ നീ എന്താ ഉണ്ടാക്കുന്നേ? സാഹേലില് ഉറങ്ങിയേക്കുവാ. അവള് കേൾക്കുമ്പോ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. സ്നാക്സ്? യെസ്. എന്താണ്? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കുറച്ച് ഫ്രൂട്ട്സും ഓട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ആപ്പിൾ ഇരിപ്പുണ്ട്. അപ്പം കുറച്ച് ആപ്പിൾ കൂടെ കട്ട് ചെയ്ത്, പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച് സ്പ്രൗട്ടഡ് റാഗി പൗഡർ, അതായത് മുളപ്പിച്ച് പൊടിപ്പിച്ച റാഗി പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഒരു ദോശ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒറോട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലെ ഒരു സാധനം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പഴം ഇടുന്നുണ്ടോ? പഴം ഇടുന്നുണ്ട്, മധുരത്തിന് വേണ്ടിയിട്ട് പഴം ഇടുന്നുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ ഷുഗറോ സോൾട്ടോ ആഡ് ചെയ്യുന്നില്ല. സോ ഒരു പകുതി പഴത്തിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതലാണ് ഇത്. ഒറ്റ ഒരു അപ്പം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാധനം എടുത്തേക്കുന്നത്. 2 സ്പൂൺ റാഗി, ഓട്സും, പിന്നെ അതേപോലെ പഴവും. പിന്നെ ഇവിടെ ആപ്പിൾ ഇരിപ്പുണ്ടായതുകൊണ്ട് നമ്മൾ ആപ്പിളും കൂടെ ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ പെറുക്കി തിന്നാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അവർക്ക് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെടും. പിന്നെ ഇതെല്ലാം നല്ല സാധനങ്ങളാണ് കുട്ടികൾക്ക് ആവശ്യമുള്ള. ബനാനയിലാണെങ്കിൽ പൊട്ടാസ്യം ഉണ്ട്, റാഗി നല്ല അയൺ കണ്ടന്റ് ഉണ്ട്, സ്പ്രൗട്ടഡ് റാഗിയാണ്. പിന്നെ ഓട്സിൽ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബേബീസിന് ആവശ്യമുള്ള ഇതാണ്. അപ്പം നമുക്കൊരു 8 month എബോവ് ആയിട്ടുള്ള ഒരു ബേബിക്ക് തൊട്ട് ഈ ഫുഡ് കൊടുക്കാം. ഞാൻ ഇവർക്ക് ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 11 months കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫുഡ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 8 month നമ്മൾ അവർക്ക് സാധാരണ എന്താ പറയുക, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ തരം ഭക്ഷണങ്ങളും കൊടുക്കും. അതിൻ്റെ കൂടെ ചിലപ്പം നമ്മൾ അവർക്ക് സ്പെഷ്യലായിട്ട് റാഗി, ഇപ്പോൾ കുറുക്ക് കഴിക്കാൻ മടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും റാഗിയുടെ കണ്ടന്റ് കുറച്ച് വയറ്റിലെത്തട്ടെ എന്ന് ഓർത്തിട്ട് കണ്ട ഒരു ഓൾട്ടർനേറ്റീവാണ് ഈ ഒരു പാൻ കേക്ക് പോലത്തെ ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ദോശ കല്ലിലിട്ട് ഇച്ചിരി നെയ്യ് തൂവി 2 സൈഡും മുറിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇത് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ റാഹേലിൽ നിന്ന്? അല്ല, ഇതിപ്പം അവൾ ഉറങ്ങി ഏറ്റു വരുമ്പോൾ കൊടുക്കണം. ഉച്ചയ്ക്ക് ഇനി നമുക്കൊരു റൈസ് പോലെ ഉണ്ടാക്കണം അവക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉച്ചയ്ക്ക് റാഹേലിന് മാത്രം കേട്ടോ ഫ്രൈഡ് റൈസ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റും കോളിഫ്ലവറും കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വഴറ്റി ഈ റൈസിലേക്ക് ഇടണം. അപ്പം നമ്മൾ റൈസ് വേവിച്ചിട്ട് ഇതിടണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇടയ്ക്ക് കടിക്കാൻ നല്ല രസമായിരിക്കും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കടിക്കാൻ. അപ്പം കുറച്ച് പൊമാഗ്രാനറ്റും ആപ്പിളിൻ്റെ സ്ലൈസ് ചെയ്തതും, പിന്നെ അതുപോലെ നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിനായതുകൊണ്ട് നമ്മളിതെല്ലാം സ്ലൈസ് ചെയ്ത് കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ റാഹേലിന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കി ഇതിലേക്ക് നെയ്യ്, ഇത് ഹോം മെയ്ഡ് നെയ്യാണ്, നെയ്യ് തേച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയ മാവ് പരത്തി കൊടുക്കുക. മൂടി വെച്ച് 2 സൈഡും ഒന്നുകൂടെ നെയ്യ് തേച്ച് മറിച്ചിട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല ഹെൽത്തി സ്നാക്ക് റെഡി. റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് നമ്മൾ 1 സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരണം. പിന്നെ ഈ വെച്ചേക്കുന്ന വെജിറ്റബിൾസും വറുത്ത് കോരണം. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നാവും. ഞാൻ ഡയറക്റ്റ് ഈ റൈസിലോട്ട് തന്നെ ഇടുന്നത്.
പിന്നെ നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു എഗ്ഗും കൂടെ ഇതിനകത്ത് ചിക്കിയിടുന്നത്. നമ്മുടെ കോളിഫ്ലവറും ക്യാരറ്റും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയാണ് കൊച്ചിന്. കാരണം വെജീസും ഉണ്ട്, എഗ്ഗുണ്ട്. നമ്മൾ റൈസും കൂടെ ഇട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യും. സോൾട്ട് നമ്മൾ പൊതുവേ റാഹേലിന് കൊടുക്കാറില്ല. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലുള്ള സോൾട്ട് ഉണ്ട്, അല്ലാതെ അവർക്ക് ഉണ്ടാക്കുന്നതിൽ നമ്മൾ സ്പെഷ്യൽ ആഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാതിരുന്നത്. ഇനി ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഫ്രൂട്ട്സും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കിത് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കളർഫുള്ളും ആകും, അവൾക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മധുരം കടിക്കാനും പറ്റും. അതാണ് അപ്പം ഇന്നത്തേക്ക് റാഹേലിനുള്ള ലഞ്ച്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെരി ഹെൽത്തി ഫുഡ്. വെജീസ് ഉണ്ട്, എഗ്ഗ് ഉണ്ട്, റൈസ് ഉണ്ട്. അപ്പം നമുക്ക് പിള്ളേരുടെ വയറ് നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും പറ്റിയൊരു ഫുഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും ഒരു ലഞ്ചുമാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്നാക്ക് ഇരിക്കുന്നത്. വെരി ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലഞ്ചും കളർഫുൾ, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.